ഇത് പച്ചക്കറി ഷെഡാണ്. പച്ചമുളക് വെച്ചിട്ടേ ഉള്ളൂ. ഉണ്ടാ പച്ചമുളക് ഇതൊരു തരം ഫംഗസ് വന്നിട്ട് പുതിയ ഇല നീരൂറ്റി കുടിക്കുന്നുണ്ടോ? ഏയ് ചോദിച്ചാൽ നമ്മള് കൺഫ്യൂഷൻ. ഇതാണ് നമ്മളെ കോഴി ഷെഡ്. തുറന്നേ. കുട്ടികളാകുമ്പോൾ നമ്മൾ പാത്രത്തിൽ കൊടുക്കണം. പിന്നെ ഈ വെള്ളപ്പാത്രം ഇല്ലേ, വലുതാകുന്ന നേരം 10 ദിവസം കഴിഞ്ഞാൽ ഇത് നമ്മൾ താത്തി കൊടുക്കും. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളം വന്നോളും കുടിക്കുന്നതിനനുസരിച്ച്. അല്ല, 7 ദിവസം തിളപ്പിച്ചാറ്റിയ വെള്ളം, പിന്നെ സാധാ വെള്ളം. ഇല്ല, ഇന്ന് രാത്രി വരും. സൈക്കിൾ ഇപ്പൊ 45 ദിവസം കഴിഞ്ഞ് പിടിച്ചാല് പിന്നെ ഒരാഴ്ച നമ്മള് കാണിച്ചു തരാം. കാപ്പിത്തൊണ്ടായിടുക, നിലത്ത് കാപ്പിത്തൊണ്ട് വിരിക്കും, അതിലാണ് കോഴി വളരുക. അപ്പോൾ 45 ദിവസം കഴിയുമ്പോൾ കോഴിക്കാഷ്ടവും കാപ്പിത്തൊണ്ടെല്ലാം കൂടി വാരി കോഴി വളാക്കിയിട്ട് വിൽക്കും. എന്നിട്ട് ഫുള്ള് അണുവിമുക്താക്കണം. ഫോർമാലിനടിക്കും, കുമ്മായിടും, എന്നിട്ടാണ് അടുത്ത ബാച്ച് വരിക. അല്ലെങ്കിൽ പഴയ ബാച്ചിന്റെ എന്തെങ്കിലും അസുഖം കുത്തിയേക്കുന്ന വേഗം ചത്തു. കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ ഒരു 45 ദിവസം കഴിഞ്ഞാലേ ഇനി പ്രൊഡക്ഷൻ ആവുള്ളൂ. 45 ദിവസം കഴിയുമ്പോഴേക്ക് അത് 35 ആകുമ്പോൾ തന്നെ നമ്മൾ പിടിക്കാൻ തുടങ്ങും. അതെ. അൽഫാമൊക്കെ ആണെങ്കിൽ 30-32 ആകുമ്പോൾ പിടിക്കും. അല്ല, അത് നമുക്ക് വേറെ ഫാമിൽ നിന്ന് കിട്ടും. അതൊരു ഫാമിന്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, എല്ലാം ഫാം ചിക്കൻ മാത്രമേ എടുക്കുള്ളൂ. ഈ പരിസരത്ത് തന്നെ 5-8 ഫാമുണ്ട്. ഇതാണ് കാപ്പിത്തൊണ്ട് വിരിച്ചിട്ട് ഇതിലാണ് രാത്രി കുട്ടികളെ ഇറക്കുക. എന്നിട്ട് ഈ ബ്രൂഡർ ലൈറ്റ്, ഇവർക്ക് ചൂട് വേണം. ഒരു 10 ദിവസം നമ്മൾ ഈ ബൾബ് ഇട്ട് കൊടുക്കണം. ഒരു 3 ദിവസം കഴിയുന്നതും ഇങ്ങനെ ഏരിയ മാറ്റാൻ തുടങ്ങും. ആദ്യം ഇത് ഫുള്ളാവും, പിന്നെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓപ്പൺ ആയിട്ട് അത്ര ഏരിയ അവര് ഓടിക്കളിക്കും. ഈ ഒരു ഏരിയയിൽ എത്ര സ്ക്വയർ ഫീറ്റ്? 7000 സ്ക്വയർ ഫീറ്റ്. 7000 കോഴികൾ വളരും. 7000 കുട്ടികൾ ഇറക്കും. പക്ഷെ മോർട്ട ഒരു 500 എണ്ണെങ്കിലും പോവും. 6500 എണ്ണം വളരും. അതിന് 45 ദിവസം മതി. 45 ദിവസം മാക്സിമം. ഓക്കെ. 35 ഡേയ്സ് മുതൽ ഹാർവെസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ. അൽഫാമൊക്കെ ആണെങ്കിൽ കാപ്പിന്റെ തൊണ്ട്, ഈ കാപ്പിത്തൊണ്ടിൽ കോഴി കാഷ്ടിക്കൂലേ, 45 ദിവസം കഴിഞ്ഞ് കോഴി പോകുന്നേരം നമ്മളത് മുഴുവൻ വാരിയിട്ട് കോഴി വളാക്കി വെക്കും. നല്ല വളമാണ്. കാരണം പൊട്ടാഷ്യം ഫോസ്ഫറസും കൂടുതൽ ചാണകത്തിനാക്കണ്ടെങ്കിൽ കൂടുതലുള്ളത് കോഴി വളത്തിൽ. പക്ഷെ കോഴി വളത്തിന് ചൂടുള്ളതുകൊണ്ട് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമുള്ളപ്പോഴാണ് തെങ്ങിനൊക്കെ ചെയ്യാറുള്ളത്. തെങ്ങിന് തൂക്കം കൂടും, കായ്ഫലം കൂടും. പക്ഷെ ചൂടുള്ള കാലാവസ്ഥയിൽ കോഴിവളം ഇട്ട് മണ്ണിട്ട് മൂടിയാൽ ചിലപ്പം വേരിനൊക്കെ ഇത് പറ്റും. അതുകൊണ്ട് എപ്പോഴും മഴക്കാലത്താണ് കോഴിവളം ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നനയ്ക്കാനുള്ള സൗകര്യം വേണം. പിന്നെ കുമ്മായം ഉപയോഗിക്കുന്നുണ്ടോ ഇവിടെ? കുമ്മായം അണുനശീകരണത്തിന്റെ ഭാഗം. ഇപ്പൊ ഒരു ബാച്ച് പോയില്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളും ഫോർമാലിൻ അടിച്ചൊന്ന് വൃത്തിയാക്കും. കൂടാതെ കുമ്മായം ഇടും. എന്നിട്ടാണ് പുതിയ കുട്ടികൾ വരിക. നല്ല റിസ്ക് ആണ്. ഇതാണ് ബ്രോയിലർ. 10-300 എണ്ണം പോകുന്നത്. അത് കാരണം എന്തായിരിക്കും? നമ്മളൊരു 45 ദിവസം കഴിഞ്ഞ് ഇത് വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ എന്റെ പൂർണ്ണ വളർച്ച. നിങ്ങള് എത്ര വർഷമായി ഇവിടെ? 10 വർഷമായിട്ട്. ഇത് നമ്മൾ തന്നെ പറഞ്ഞ കോഴികളൊക്കെ ആയിട്ട് മരങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. താഴെ ഗ്യാസ് ഒന്നും ഉപയോഗിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് വന്ന താഴെയാണ് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അങ്ങനെയാ നടക്കുന്നത്. നിങ്ങള് വീട് ഇവിടെ തന്നെയാണ്? പുറത്തുനിന്ന് അട്ടി വാങ്ങിയ പൈസ മകളാണ് മറ്റേത്. എന്തായാലും നടക്കൂല. സുഖമായിട്ട് പോകുന്നു. വിറക് വാങ്ങിയാലും ഇന്നലെ മെന്നാന്നായിട്ട് എനിക്ക് വലിയൊരു തലവേദന ഇല്ലാത്ത ആൾക്കാർ. അത് തന്നെ. ഇത് വി ബോർഡ് ഇങ്ങനെ കൊണ്ടുണ്ടാക്കിയത്. അമ്മേ, ചെറിയ ഇരുന്നിട്ട് പോവാ അല്ലേ? നീയൊന്നുമില്ല, കുന്നിന്റെ മുകളിലും കൂടെ കണ്ടാൽ കഴിഞ്ഞ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ഉഷാറായിരിക്കും. നമ്മുടെ പ്രൈവസിയാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ. പിന്നെ ഒരു പ്രകൃതിന്റെ
ഭംഗി. ഞാൻ താഴെ എനിക്ക് റൂമുണ്ട്. പിന്നെ ഈ ഫുട്ബോളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വരും. എന്നാലല്ലേ നിങ്ങളോടെല്ലാം ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അർജന്റീനക്കാർക്കെതിരെ അതൊന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ് അർജന്റീനയോട് വിരോധം എന്ന് പറഞ്ഞത് ഫാൻസാണ്. അല്ല, ഫാൻസ് മാത്രമല്ല, ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ അർജന്റീന ടീമായിട്ട് ഡെഡിക്കേറ്റഡ് ആയി കളിക്കാൻ തുടങ്ങി. അതിനു മുമ്പിട്ടുള്ള വേൾഡ് കപ്പിലൊക്കെ തള്ളല, ആരും മെനക്കെടൂല, പേരും പറഞ്ഞിങ്ങനെ. അപ്പൊ ഈ 10 വർഷം അല്ലെ, 10 വർഷത്തെ എക്സ്പീരിയൻസില് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോ ഒപ്പം ഉണ്ടായിരുന്നത് ഒറ്റക്കാണോ അതോ? അല്ല, എനിക്കൊരു പാർട്ണർ ഉണ്ട്, രാജേഷ്, എറണാകുളംകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ ഒരേ കമ്പനിയിലായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ബോസാണ് രാജേഷ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രാരംഭ ചർച്ച നടക്കുന്നതെല്ലാം കുവൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ രാജേഷ് വന്നു, 2 കൊല്ലം കഴിഞ്ഞിട്ട് രാജേഷും വന്നു. രാജേഷ് സ്റ്റിൽ എ പാർട്ണർ, പക്ഷെ ഓപ്പറേഷനിൽ ഇല്ലാന്നായിരുന്നു. അദ്ദേഹം ഇത്തരം താല്പര്യങ്ങൾ ഉണ്ട്, താല്പര്യമുണ്ട്. പക്ഷെ ഒരു കൃഷിക്കാരൻ്റെ ഇത് കുറവാണ്. കുടുംബം എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തോട് പ്രതികരിച്ചിട്ടുണ്ടാവുക? കുടുംബത്തിന് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നമുക്കതിലൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അത് ഇട്ടിട്ട് ടോട്ടലി ന്യൂ ഒരു അനിശ്ചിതത്വമുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. കാരണം എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു കൃഷി പാരമ്പര്യമില്ല, ഈവൻ ബിസിനസ് പാരമ്പര്യം പോലും ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മേളിക്കുന്നതാണ് അഗ്രോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക അവർക്ക് ഉണ്ടായിരുന്നു. മക്കൾ ചെറുതായതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മക്കൾക്ക് നാട്ടിൽ വന്നപ്പോൾ മക്കൾക്ക് നാടായി ഇഷ്ടം, ഇവിടുത്തെ സ്കൂളുകളൊക്കെ അവർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമായിരുന്നില്ല. വൈഫിന് അതൊരു വിഷയമായിരുന്നു. കാരണം അവൾക്കും അവിടെ ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ട് കാട് കയറാൻ വന്നതിന്റെ പിന്നെ മാത്രമല്ല, അതിന് രസകരമായിട്ടുള്ള, ഞാൻ 2016 ആക്ച്വലി പശുക്കൾ വരുന്നത്. അന്ന് മുതൽ ഒരു 5 കൊല്ലം കേരളത്തിൽ മൊത്തം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പൈമ്പ എന്നുള്ള ബ്രാൻഡുമായിട്ട് ഞാൻ ആദ്യത്തെ കോഴിക്കോടേക്ക് വണ്ടി പോകുന്നതെന്നാണ് നോട്ട് നിരോധനം വരുന്നത്. അത് കഴിഞ്ഞ് 17 നിപ്പ വന്നു, 18 ഫ്ലഡ്, 19 ഫ്ലഡ്, 20 കോവിഡ്, 21 കോവിഡ്. ഈ 6 കൊല്ലം ഇതിന്റെ ഒക്കെ കൂടെ കൂട്ടിക്കെട്ടാണോ നോട്ട് നിരോധനത്തെയും കൂടി എല്ലാം? കാരണം എനിക്കത് പ്രശ്നം വന്നത്, ഈ പശുവിന് കൊടുക്കുന്ന ചോളം കണ്ടില്ലേ, ഈ ചോളം വരുന്ന കർണാടകത്തിൽ നിന്നാണ്. അവിടെ അങ്ങനത്തെ ഒരു ഡിജിറ്റൽ പരിപാടിയില്ല. പൈസ കൊടുക്കാതെ ചോളം വരില്ല. ചോളം വന്നില്ലേ പശു പട്ടിണി, എന്ത് ചെയ്യും? അപ്പം അത് ഇപ്പം നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള, അന്ന് കാർഡ് ഉണ്ടായിരുന്നു, GPay തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കർണാടകത്തിലെ ഈ പറഞ്ഞ ഹസനിലെയും കർഷകർ ദേ വോണ്ട് മണി. അപ്പം അത് പ്രായോഗികമായി വളരെ, അത് ആദ്യത്തെ ഒരു മാസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. നമ്മൾ ഇതിനു വേണ്ടി പരക്കം പാഞ്ഞ് ഇല്ലാത്ത പുല്ലൊക്കെ ഉണ്ടാക്കി വൈക്കോല് കൊടുത്ത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പോയി. വൈക്കോലൊന്നും പശുവിൻ്റെ ഒരു മുഴുവൻ സമയം ഭക്ഷണമല്ല, ഗ്രീൻ ഫോഡറാണ് കൊടുക്കേണ്ടത്. വൈക്കോല് ഇടയ്ക്ക് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ അത് സുപ്രഭാതത്തിലല്ലേ ഇത് വരുന്നത്. അപ്പോൾ ഇത് റണ്ണിങ് ബിസിനസ് അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്കൊരു പെയിന്റ് കടയാണ്, 4 ദിവസം അത് ഷട്ടർ അടച്ചിട്ടേക്കാം അല്ലേ. ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല. പശു ഇത്രയും വലിയ പശുക്കളാണ്, അവർക്ക് ആവശ്യത്തിനുള്ള കലോറി വന്നില്ലെങ്കിൽ അവർ കുഴഞ്ഞ് വീണാൽ പിന്നെ, അതുകൊണ്ടാണ് അതും കൂടെ കൂട്ടിക്കെട്ടിയത്. ഇങ്ങനെ വേറെ ഉദ്ദേശമൊന്നുമല്ല. ഞാൻ തുടങ്ങിയ അന്ന് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ പോകുമ്പോഴാണ് ഇത് വരുന്നത്. പിന്നെ 6 കൊല്ലവും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അപ്പം അതിനെ അതിജീവിച്ചിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണിത്. വേറെ വഴിയില്ല. മാത്രമല്ല, അന്ന് 100 പശുവുണ്ട്. 100 പശുവിന് ഇട്ടേച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്തെങ്കിലും റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റില്ല, തൽക്കാലത്തേക്ക് 2 ദിവസം അടച്ചിടാൻ പറ്റില്ല. അത് 24 hours പരിപാടിയല്ലേ. ഒരു ഫുള്ളി കമ്മിറ്റഡ് ഏർപ്പാടാണ് അത്. ഈ 5 കൊല്ലം അങ്ങനത്തെ ആദ്യത്തെ 5 കൊല്ലം ഓരോരോ കൊല്ലവും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പം കേരളത്തിലെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയ കാലത്തിന്. ഈ കാർഷിക വൃത്തി എന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വന്ന അതിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി മുജീബ് ഖാന്റെ എക്സ്പീരിയൻസിൽ
പ്രത്യേകിച്ചും ആ ഒരു ഇസ്രായേൽ വിസിറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത്. അതെ അതെ. ഇത്തരം താല്പര്യങ്ങളുള്ള ഒരു പുതുതലമുറയോട് അല്ലെങ്കിൽ വേറെ പ്രവാസികൾ ആരെങ്കിലും ഒക്കെ ഇത്തരം എന്തെങ്കിലും പ്രൊജക്ടുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോട് എന്താണ് ഈ അനുഭവസ്ഥ എന്നുള്ള നിലക്ക് എനിക്ക് തോന്നുന്നത് പ്രവാസികളാക്കാണെയും ഇത് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുക നമ്മളെ പുതിയ തലമുറക്കായിരിക്കും. കാരണം പുതിയ തലമുറ ടെക്നോളജിക്കലി ഡിജിറ്റലി ഭയങ്കര അവയർനെസ് ഉള്ള ടീമാണ്. അപ്പോൾ നമ്മളാക്കണ എത്രയോ മുൻപന്തിയിലാണ് അവർ. ഇപ്പോൾ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഞാൻ പ്രവാസിനെ ഒരു കൺസിഡറേഷൻ കുറക്കാൻ കാരണം അവർ ജീവിക്കുന്ന വ്യത്യസ്തമായൊരു ലോകത്താണ്. അത് ഇട്ടേച്ചിട്ട് ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ ആ ഇതിൽ അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണമെന്നില്ല. അത് പൊതുവെ പ്രവാസികളിൽ കാണുന്ന ഒരു ഇതാണ്. അതിന് പകരം പുതിയ തലമുറനെ ഇതിൽ കൊണ്ടുവന്നാൽ ഒരുപാട് വിജയിക്കും. കാരണം അവർക്ക് ടെക്നോളജി പെട്ടെന്ന് വഴങ്ങും. അപ്പോൾ ഇന്നലെ ആരോ പറഞ്ഞിട്ട് കൃഷി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നേരം ഒരു ചാപ്റ്ററെങ്കിലും കൃഷിനെ പറ്റിയും കൂടെ പഠിപ്പിക്കുക. അത് എല്ലാവരെയും കൃഷിക്കാരാക്കേണ്ടിയിട്ടല്ല. അല്ല 50 പേരുള്ള ക്ലാസ്സിൽ ചിലപ്പോൾ 5 പേരെങ്കിലും ഇങ്ങനെ ഒരു മാർഗ്ഗം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ആ രീതിയിൽ ഒരു ഇനീഷ്യേറ്റീവ് വന്നാൽ നല്ലതായിരിക്കും. പുതിയ തലമുറ ഇതിനെ ഭംഗിയായി കൊണ്ടു നടക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഭക്ഷണം അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ്. നമുക്കാണെങ്കിൽ കിട്ടുന്നതിൽ ഏറെയും മായം കലർന്നു. ഈ ഒരു സാമൂഹിക സാഹചര്യത്തിൽ മുജീബ്ഖന്റെ പൈമ്പാൽ അതല്ലെങ്കിൽ വയനാടൻ ഡയറീസ് എന്ന സ്ഥാപനം വളരെ വ്യത്യസ്തമാവുകയാണ്. വളരെ ജെനുവിനായിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ഇതിൻ്റെ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും പഴങ്ങളും പച്ചക്കറികളുടെയൊക്കെ ഗുണമേന്മയെക്കുറിച്ച് മുജീബ് നമുക്ക് പറഞ്ഞു തന്നു. മാർക്കറ്റിംഗ് ബാക്കിയുള്ള നിലവിലുള്ള സംവിധാനങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കുന്ന മുഴുവൻ സാധനങ്ങളും പലപ്പോഴും വളരെ നല്ല രീതിയിൽ വിറ്റുപോവുകയും ആവശ്യക്കാർ കൂടി വരികയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു അനുഷ്ഠാനം പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ അത്യധ്വാനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമുള്ള മുജീബ് ഇത്രയും നേരം നമ്മളെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. കാരണം ഇങ്ങനെ തേടി വരുന്ന ആൾക്കാരാണ് കുറച്ചുകൂടെ ഇത് മനസ്സിലാക്കുക. കാരണം ആ തേടി വരെ ഇത് അറിയാനുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദൂരം ഏകദേശം 85 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കാൻ എനിക്കും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറും നൊസ്റ്റാൾജിക് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവനാ ലോകത്തോ ജീവിക്കുന്നവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് കൃത്യമായിട്ട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതെനിക്കും സന്തോഷമുള്ള കാര്യമാണ്.